ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25 മുതൽ 30 വരെ തിരുവചനങ്ങൾ. പറക്കുമോ അരിയോക്ക് ദാനിയേലിനെ താൽപര്യപൂർവ്വം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു. രാജാവിനെ അർത്ഥം ബോധിപ്പിക്കുവാൻ യഹൂദ പ്രവാസികളിൽ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു. ബേൽത്ശസ്സർ എന്ന മറുപേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരമായി ബോധിപ്പിച്ചു. രാജാവ് ചോദിച്ച രഹസ്യകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നവ നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും ശയ്യയിൽ വെച്ച് അങ്ങേക്കുണ്ടായ ദർശനങ്ങളും ഇവയാണ്. രാജാവേ, ഇനിമേൽ എന്ത് സംഭവിക്കുമെന്നുള്ള വിചാരം അങ്ങേക്കുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. എനിക്കോ ജീവനുള്ള ആരെക്കാളും അധിക ജ്ഞാനം ഒന്നുമുണ്ടായിട്ടല്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനുമത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ഉത്തമനും ദയവാനുമായുള്ളവേ, നിന്റെ കരുണയുടെ പതിവിൻ പ്രകാരം കൃപയോടെ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ആമേൻ.